കൂട്ടുകാരെ, നമുക്കിന്ന് സ്പെഷ്യലായിട്ട് ഒരു സാധനം ഉണ്ടാക്കാം. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ പാത്രത്തിൽ ചോറൊക്കെ കൊടുത്തേക്കുമല്ലോ, അതിൽ കോഴിമുട്ടയൊക്കെ വെച്ച് കൊടുത്തേക്കുമല്ലോ. അതുപോലെ ഞാൻ ഇന്നൊരു കോഴിമുട്ട ഉണ്ടാക്കാം. അതേപോലെ നിങ്ങൾ ഉണ്ടാക്കി ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അതിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 5 കോഴിമുട്ടയാണ്. അത് നമുക്ക് പാത്രത്തിലേക്ക് അടിച്ചൊഴിക്കാം. നമുക്കിനി ഈ കോഴിമുട്ടയിലേക്ക് പാകത്തിന് ഉപ്പ് കൊടുക്കണം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മുളക് പൊടി ചേർക്കാതെ പച്ചമുളക് ചേർത്താലും കുഴപ്പമില്ല, അപ്പം മുളക് പൊടി ഇടണ്ട. കുരുമുളക് പൊടി ചേർത്താലും കുഴപ്പമില്ല, അപ്പോൾ പച്ചമുളക് ഇടണ്ട. കുരുമുളക് പൊടി ചേർത്താൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ മക്കളെ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. മസാലകളും മുട്ടയും ഒക്കെ നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു 4-5 ചെറിയ ഉള്ളി കുഞ്ഞു അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ലേശം കരിവേപ്പില മുറിച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുട്ടയും പാലും എല്ലാം മിക്സായി നന്നായിട്ട് വരട്ടെ. പാലൊഴിക്കുന്നത് മുട്ട കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പാലൊഴിക്കുന്നത് കേട്ടോ. ഇനി ഇതെവിടെ ഇരിക്കട്ടെ, നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. നമുക്കിനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കത്തിച്ചിട്ട് എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കോഴിമുട്ട ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവാൻ നിൽക്കണ്ട, എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതിയേ. നമ്മുടെ മുട്ട ഒന്ന് അടി ചെറുതായിട്ട് കട്ടി വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ചിക്കി കൊടുക്കാം. മുട്ട വല്ലാതെ പൊടിയരുത്, കുറച്ച് കട്ടിയിൽ വേണം കിട്ടാൻ. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ മുട്ട നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ വലിയ വലിയ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് തട്ടിയിട്ട് കൊടുക്കാം. കുറച്ച് വലിപ്പമുള്ള കഷ്ണമാക്കി നമുക്ക് എടുക്കാം. ഇതേപോലെ ഇപ്പോൾ കണ്ടില്ലേ, മുട്ട കഷ്ണങ്ങൾ പോലെ ഉണ്ട്, ഇറച്ചി കഷ്ണം പോലെ. ഇത് കണ്ടില്ലേ, ഓരോരോ കഷ്ണങ്ങളായി വന്നു. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ മുട്ട ചിക്കൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഇറക്കി വെക്കാം. കണ്ടില്ലേ മക്കളെ, നമ്മളെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഇത്. എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും മക്കൾക്ക്. മക്കളെ ഇതെല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.